ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ ഇന്ന് ചിങ്ങം 1 ആറ്റാളി ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാനിത് കാണിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഹാഫ് സാരിയാണ്, ഒരു മാമ്പഴ കളറ് ടോപ്പും സ്കേർട്ടും, അതിൻ്റെ കൂടെ ഒരു പിങ്ക് ഷെയ്ഡ് ഷോളുമാണ് കേട്ടോ വരുന്നത്. സോ ഫസ്റ്റിലെ തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ടെടുത്തിട്ടുണ്ട്. അത് ഡോക്ടർ ഷെത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അതും അടിപൊളിയാണ് കേട്ടോ, സ്കിന്നൊട്ട് ഓയിൽ. അത് കഴിഞ്ഞിട്ട് നല്ല മെയിനായിട്ട് ഇടേണ്ട ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ ഇടുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വെയിലത്താണല്ലോ പോകുന്നത്, അവിടെ ഫുൾ വെയിലായിരിക്കും. അപ്പോൾ കഴിഞ്ഞ് നാശം ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു കൂളിംഗ് സൺസ്ക്രീനാണ്. അടിപൊളിയാണ്, ഒട്ടും ഓയിലി ആക്കത്തില്ല, ഗ്രീസി ആക്കത്തില്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല, ഒന്നും തന്നെയില്ല. അടിപൊളിയായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു സൺസ്ക്രീൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നൊരു പൗഡർ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല, എനിക്ക് ഫൗണ്ടേഷൻ ഇട്ടാൽ ഒട്ടും ചേരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇടത്തില്ല. ഒരു മോയ്സ്ചറൈസറും ഒരു സൺക്രീം, ഇത്രയും തന്നെ ഞാൻ ഇടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ലൂസ് പൗഡർ വെച്ചിട്ട് ഞാൻ ഫേസ് ഫുള്ളായിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഒരുപാട് ടിൻ്റൊന്നുമില്ല, ഒരു പിങ്ക് ടിൻ്റാണ്, ചെറിയൊരു പിങ്ക്, അതെടുത്ത് കാണിക്കത്തൊന്നുമില്ല കേട്ടോ. അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിലൊരു എൻ്റെ ഷോളിൻ്റെ സെയിം കളർ വരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ്, ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനൊരു ഗ്ലിറ്ററി വരുന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ഒന്നും കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് വരുന്നുണ്ടാവാം. ബ്രഷ് ആണെങ്കിൽ ഭയങ്കര പാടാണ്, ഒത്തിരി ക്വാണ്ടിറ്റി എടുക്കണം. നമുക്ക് കൈ ആകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ബ്ലെൻഡായിട്ട് അങ്ങ് പൊക്കോളും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഐബ്രോ ആണ് കേട്ടോ, ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പൗഡർ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ ഒരു സൈഡ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യത്തില്ല, ഒന്ന് ജസ്റ്റ് സൈഡിൽ മാത്രമായിരിക്കും കേട്ടോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം ഇപ്പം അങ്ങോട്ടേക്ക് സെറ്റാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഐബ്രോ വളർന്നിട്ടായിരിക്കും. ഞാനൊരു എന്തായാലും കോളേജ് പ്രോഗ്രാം വരുവാണ്, ആ സമയത്ത് ഐബ്രോ ത്രെഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാജൽ വെച്ചിട്ട് താഴെ 2 ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാജൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഇതിന് മുന്നേ എൻ്റെ കൂടെ ഉള്ള സാധനമാണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ളൊരു കാജലാണ്. അപ്പോൾ കണ്ണ് 2 സൈഡും എഴുതിയതിന് ശേഷം ഞാൻ
ഡാസിലറിൻ്റെ ഐലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വേറെ ഏതൊക്കെ ഐലൈനർ യൂസ് ചെയ്താലും ഡാസിലർ യൂസ് ചെയ്തതിൻ്റെ ഒരു സുഖം ഒരു ഐലൈനറിനും കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കണ്ണിന് മുകളിൽ ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് മാർട്സിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അത് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസ് സ്കാനിൻ്റെ ഒരു കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ ഞാൻ മറന്നു പോയിട്ടുണ്ട്. സോ ഞാനത് എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയ്ഡ് ഞാൻ കൊടുത്തേക്കാം. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് ഈ ഒരു ഷെയ്ഡ് അടിപൊളിയായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞു പൊട്ട്, ഒരു റെഡ് കളർ പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് റെഡ് കളറാണ് കുറച്ചും കൂടി മാച്ച് ആവുന്നത്. എന്നിട്ട് ഞാൻ കണ്ണ് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. കൺപീലിയിൽ 2 കണ്ണുകളിലും ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് മസ്കാര ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്പ്രെഡാവും. അത് കഴിഞ്ഞ് ഫുൾ ലുക്കിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ഫുൾ തിരക്കായിരുന്നു. ഇവിടെ ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുണ്ടായിരുന്നു. കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ